നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ്. നിങ്ങളുടെ എനർജിയെ കണക്ട് ചെയ്യേണ്ട റീഡിങ്സ് ആണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങളുടെ കറൻറ്റ് സമയം, നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അതിന് പരിഹാരം, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയെല്ലാം കണക്ട് ചെയ്താണ് നമ്മൾ ഓരോ യൂണിവേഴ്സൽ മെസ്സേജും എടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്ട് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയുള്ളൂ. നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിൽ ഉണ്ടാവണം. നിങ്ങൾക്ക് റീഡിങ്സ് അക്യുറേറ്റ് ആകുന്ന ഒരു എനർജി ലഭിക്കണമെങ്കിൽ. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നത് നിങ്ങൾ മനസ്സിലാക്കി തീർച്ചയായിട്ടും നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്തുക. സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച, ഫിനാൻഷ്യൽ പ്രോബ്ലംസിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാനുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ സാലറി ചേഞ്ചിങ്, അതുപോലെ തന്നെ കരിയറിനൊക്കെ ബുദ്ധിമുട്ട് നടക്കുന്നവരൊക്കെ തീർച്ചയായിട്ടും അഫർമേഷൻസ് എഴുതുക. നിങ്ങളത് വിഷ്വലൈസ് ചെയ്ത് നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന വിഷ്വലൈസേഷനോട് കൂടി തന്നെ നിങ്ങൾ അഫർമേഷൻസ് എഴുതണം. മക്കളെ, നിങ്ങൾക്കത് ഗുണം ചെയ്യണമെങ്കിൽ നിങ്ങൾ അക്ഷരങ്ങളുടെ മാജിക്ക് എക്സ്പീരിയൻസ് ചെയ്യുക. തമാശയായിട്ട് പറയുന്നതല്ല, വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. നിങ്ങൾ കൊടുക്കുന്ന ആത്മാർത്ഥതയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണ്ടവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളിൽ നിന്നും പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നല്ലൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതൊരു ഗൈഡൻസ് യൂണിവേഴ്സൽ മെസ്സേജ് എനർജിയാണ്. അതിൻ്റേതായ രീതിയിൽ കാണാൻ ശ്രമിക്കുക. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും ഇതിനകത്ത് 9 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. വളരെയധികം നിരാശ അല്ലെങ്കിൽ വളരെയധികം ഒരു സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി അനുഭവിക്കുന്ന ആളുകളുടെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒന്നിലധികം പ്രശ്നങ്ങൾ നിങ്ങളെ ടച്ച് ചെയ്യാതെ, എന്നാൽ നിങ്ങളെ കണക്റ്റ് ചെയ്തൊരു ബന്ധനം പോലെ നിങ്ങളെ ബ്ലോക്കാക്കി നിർത്തിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊന്നിലധികം പ്രശ്നങ്ങളാണ്, നിസ്സാരമാകുന്നൊരു പ്രശ്നമല്ല. നിങ്ങൾ ഒരു പക്ഷേ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ ഭയപ്പെടുന്നുണ്ടാവാം, മടിക്കുന്നുണ്ടാവാം. നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലംസിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കാണാനോ പറ്റാത്ത വിധം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നൊരു സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്. യെസ്റ്റർഡേ നൈറ്റൊന്നും നിങ്ങൾ ഉറങ്ങാൻ പറ്റിയിട്ടില്ലാത്തൊരു എനർജി, നിങ്ങൾ ഉണർന്നിരിക്കേണ്ടി വരുന്ന, വല്ലാതെ ഡിസ്റ്റർബൻസ് അനുഭവിക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ കരിയർപരമാകുന്ന പാതയിൽ നിങ്ങൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സാമ്പത്തികപരമായി നിങ്ങൾ വളരെയധികം ഡൗൺ എനർജിയിൽ നിൽക്കുന്നവരെ നമുക്ക് എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പുകളിലും വളരെ ശക്തമാകുന്ന പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഫൈറ്റിംഗ് നടക്കുന്നു, കമ്മ്യൂണിക്കേഷൻ പരമാകുന്ന ഫൈറ്റിങ്, തെറ്റിദ്ധാരണ മൂലമുള്ള ചില ഫൈറ്റിങ്ങുകൾ, കുടുംബ ബന്ധത്തിലാണെങ്കിലും റിലേഷൻഷിപ്പുകളിലാണെങ്കിലും നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ വളരെ പാഷനോട് കൂടി, വളരെയധികം ഒരു ഒരു സ്പിരിച്വാലിറ്റിയോട് കൂടി കണ്ടിരുന്ന പല കാര്യങ്ങളും തെറ്റായിരുന്നു. അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട്, നിങ്ങൾ ഹാപ്പിനെസ്സോടു കൂടി പ്രവർത്തിച്ച പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ലഭിച്ചതൊരു നെഗറ്റീവ് ആകുന്ന, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ബ്ലോക്കേജുകൾ, ചീറ്റിങ്, നിങ്ങളെ ആരോ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പോലത്തുള്ളൊരു ഫീലിങ്സുകൾ, മറ്റുള്ളവരായിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസുകൾ, ഇതെല്ലാം കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളുടെ എനർജിയാണ് നമുക്കിവിടെ യൂണിവേഴ്സൽ മെസ്സേജിൽ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കേട്ടോ. ശരിക്കും നിങ്ങൾ വളരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നിടത്താണ് നിങ്ങൾക്ക് തട്ടുകേട് വന്നത്. ഒരു പക്ഷേ ആത്മവിശ്വാസം, വളരെയധികം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ വിശ്വസിച്ച ചില കാര്യങ്ങളെ ബേസ് ചെയ്തുമാവാം ഈ ഒരു നെഗറ്റിവിറ്റി നിങ്ങൾക്ക് നേരിടേണ്ടി വന്നതായിട്ട് കാണുന്നത്. ശരിക്കും ഒരു സ്ട്രഗിൾ എനർജിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പക്ഷെ അത് നിങ്ങളുടെ സമയത്തിൻ്റെയും കൂടി ആയിട്ട് കണക്റ്റ് ചെയ്യുന്നുണ്ട്. കർമ്മ എനർജിയുടെ പ്രസൻസോട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ദുഃഖം കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു സ്ട്രഗിൾ എനർജിയിലാണെങ്കിൽ നിങ്ങൾക്കതിന് പരിഹാരം കാണാനും അതിനെ മറികടക്കാനുമുള്ളൊരു ശക്തി ഉണ്ട് എന്നത് മനസ്സിലാക്കി തന്നെയാണ് പ്രപഞ്ചം നിങ്ങൾക്ക് ഏത് കാര്യവും നൽകുകയുള്ളൂ. നിങ്ങൾക്കത് കൊണ്ടുപോകാൻ പറ്റും, നിങ്ങൾക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ പ്രകൃതി നിങ്ങൾക്ക് എന്തും നൽകത്തുള്ളൂ, നല്ലതും ചീത്തയും ആയാൽ പോലും. അപ്പം നിങ്ങളതിനെ മറികടക്കാൻ സാധിക്കും. ഒരു അവസാനത്തിലേക്ക്, ഒരു കർമ്മ എൻഡിങ്ങിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. നിങ്ങൾ ഇത്രയും നാളും അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളും, തടസ്സങ്ങളും, പ്രതിസന്ധികളും എല്ലാം നിങ്ങൾക്ക് അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ഏറ്റവും അവസാനം, ഇപ്പോൾ അണയാൻ പോകുന്ന തീ ആളിക്കത്തുമെന്ന് പറയുന്നത്
പറയുന്നത് പോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു ആക്ഷൻ, ഒരു അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങൾ മാറാൻ പോകുന്നതിൻ്റെയാണ് നിങ്ങൾ ഈ ഒരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും വളരെയധികം ശക്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് എനർജി വരാൻ പോകുന്നു. അതായത് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഡിലേ എനർജിയിൽ നിൽക്കുന്നെങ്കിൽ, അതുപോലെ ഹൈഡ് എനർജിയിലും, അതുപോലെ തന്നെ ഒരു മോശം സിറ്റുവേഷൻസുകൾ, മറ്റുള്ളവരിൽ നിന്നൊക്കെ മോശമാകുന്ന ബിഹേവിയറൊക്കെ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശക്തമാകുന്നൊരു വിജയത്തിൻ്റെ സമയത്തിന് തന്നെയാണ് നെക്സ്റ്റ് ആക്ഷൻ എടുക്കാൻ പോകുന്നതായിട്ട് കാണുന്നത് കേട്ടോ. ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കരിയർപരമാകുന്ന മേഖലകളിൽ ഇച്ചിരി പൊസിഷനിൽ, അതായത് ഒരു കമാൻഡിങ് എനർജിയിൽ, നിങ്ങളുടെ കൺട്രോളിൽ, ലീഡർഷിപ്പ് എനർജിയിൽ നിങ്ങൾ കരിയർ പാതയിലൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു സ്റ്റക്നെസ് ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു ബ്ലോക്കേജ് ഉണ്ടായിരുന്നത് മാറുകയാണ് കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾ ചില ഇടങ്ങളിൽ തുറന്ന് സംസാരിക്കേണ്ടി വരും. ചില വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇന്നത്തെ ദിവസം ഒന്ന് മാറ്റി നിർത്തേണ്ടി വരുന്ന സാഹചര്യം കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രതികൂലമായിട്ട് നിൽക്കുന്ന ചില വ്യക്തികളെയൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇന്ന് നിങ്ങൾ മാറ്റി നിർത്തുന്നുണ്ട്, സ്ട്രോങ് ആയിട്ട് മാറ്റി നിർത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ സ്നേഹത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുകയും എന്നാൽ കോൺഫിഡൻസോടു കൂടി കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. അതായത് കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ട് കൃത്യതയോടുകൂടി പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് നിങ്ങളെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ കരിയർ എനർജിയിലേക്ക് നിങ്ങൾക്കൊരു ഉയർച്ച വരുന്നുണ്ട്. അതിന് മാർഗ്ഗതടസ്സമായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസുകളെല്ലാം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മനസ്സിലാക്കാനും അതിനെ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനും സാധിക്കുന്ന സാഹചര്യങ്ങൾ കൂടി നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. സ്തംഭന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുകയാണ് കേട്ടോ. കരിയർ പാതയെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു സ്റ്റക്നെസ് ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്. ജോലി സംബന്ധമായിട്ടൊക്കെ ഒരു ചേഞ്ചിങ് ആഗ്രഹിച്ചിരുന്നവർക്ക്, ഒരു ജോലി കയറ്റമാവാം, ഒരു ട്രാൻസ്ഫർ ആവാം, നിങ്ങൾ എന്താണോ കരിയറിനെ ബേസ് ചെയ്ത് ആഗ്രഹിച്ചിരുന്നത് അത് നിങ്ങൾക്ക് വന്നു ചേരുന്ന ആ തടസ്സങ്ങൾ നിങ്ങൾ മറികടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മൂൺ എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട്. ശരിക്കും ഇതിനകത്ത് ഒരു സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ മാറേണ്ട സമയം വരുന്നുണ്ട് കേട്ടോ. കുറച്ച് ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു സ്പിരിച്വാലിറ്റി എനർജിയിലേക്ക് പോകണം, സ്പിരിച്വൽ പരമാകുന്ന ചില കാര്യങ്ങളിൽ കൂടുതൽ കണക്റ്റഡ് ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അതിനുള്ള സമയം ആയിട്ടില്ല എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത്. കുറച്ചും കൂടി നിങ്ങളിൽ ഒരു മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. കുറച്ചും കൂടി നിങ്ങൾക്കിടേതാകുന്ന ഉത്തരവാദിത്തങ്ങൾ, നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും എല്ലാം ഉപേക്ഷിച്ച് പോകുന്നതല്ല. നമ്മൾക്കൊരു സ്പിരിച്വൽ എനർജി ഫീൽ ആവണമെങ്കിൽ, സ്പിരിച്വാലിറ്റിയിൽ നമുക്ക് നമ്മളുടെ കുടുംബത്തെയും മറ്റു സിറ്റുവേഷൻസിനെ എല്ലാം കണക്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഇമോഷണലി ഒരു ബാലൻസ് വരണം, എല്ലാത്തിനും ഒരു കൃത്യത ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്പിരിച്വാലിറ്റിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അതിനകത്തൊരു ക്ലാരിറ്റി വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു കാർമിക സമയമാണ്. നിങ്ങൾക്കൊരു നന്മയും തിന്മയും എല്ലാം ഒന്ന് മിക്സഡ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് നിൽക്കുമ്പോൾ കുറച്ച് സമയം നിങ്ങൾക്ക് മോശമായി കണക്റ്റ് ചെയ്ത് കടന്നു പോകുന്നുണ്ട്. ഇമോഷണൽ ഒരു ലോസ് എനർജി കാണുന്നുണ്ട്. അപ്പോൾ അതിനെയെല്ലാം മറികടന്ന് തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് സ്പിരിച്വൽ എനർജിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വെയിറ്റിംഗ് ആണ് കാണുന്നത്. കുറച്ചും കൂടി ടൈം എടുക്കുമെന്നുള്ളത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടവർ എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട്. ചില കാര്യങ്ങളെല്ലാം ഇന്നത്തെ ദിവസം നിങ്ങൾ അവസാനിപ്പിക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ. ഫാമിലി, കുടുംബ ബന്ധങ്ങളിൽ ബേസ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങളും ഇഷ്യൂസുമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തികൾ, എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളുണ്ട് ഫിനാൻഷ്യൽ ഇടപാടിലോ അതല്ലെങ്കിൽ പേരൻസിനെയൊക്കെ ബേസ് ചെയ്തുള്ള ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തർക്കമോ പ്രശ്നങ്ങളോ ഉണ്ട് എങ്കിൽ അതൊക്കെ ഇന്നത്തെ ദിവസം അവസാനിക്കും കേട്ടോ. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ബാലൻസിലേക്ക് കാര്യങ്ങൾ കണക്റ്റഡ് ആകുന്നു, പോസിറ്റീവായിട്ട് കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റുന്നുണ്ട്. അതായത് എത്ര ശ്രമിച്ചിട്ടും ക്ലാരിറ്റി വരുന്നില്ല, എത്ര കൊണ്ടും അവസാനിക്കുന്നില്ല എന്ന് ചിന്തിച്ച പല തടസ്സങ്ങളും അവസാനിക്കുന്നു. നിങ്ങളിൽ നിന്നും അത് ആ ഒരു സമയത്തിൻ്റെ തന്നെ മാറ്റത്താൽ അത് എടുത്തു മാറ്റപ്പെടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്.
നീതി ലഭിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒരു സാമ്പത്തികപരമായിട്ടാണെങ്കിലും കരിയർ പരമായിട്ടൊക്കെ ആണെങ്കിൽ ഒരു ന്യൂ ഡോർ ഓപ്പണിംഗ് ആവുന്നുണ്ട് കുറച്ച് ആളുകളുടെ എനർജിയിൽ നിങ്ങളുടെ ലൈഫിലേക്ക്. അതായത് ഒരു സംസാരത്തിലൂടെ തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഇന്ന് എങ്ങനെയാണോ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ടാണ് കാണുന്നത്. നല്ല രീതിയിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുകയാണ്. ക്ഷമയോടുകൂടിയും അതുപോലെ തന്നെ കാര്യങ്ങളെ മനസ്സിലാക്കിയും വരും വരായികകളെക്കുറിച്ച് ഉൾക്കൊണ്ടുമെല്ലാം നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ എനർജിയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്കിന്ന് പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുന്നു. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളെ തേടി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കരിയർ പാതയെ ബേസ് ചെയ്തും കരിയറിനകത്തൊക്കെ ഭയങ്കരമായിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു ജോലി ഇല്ല, ജോലിക്ക് വേണ്ടിയിട്ട് അലയുന്ന വ്യക്തികൾക്കൊക്കെ ഓപ്പർച്യൂണിറ്റീസിൻ്റെ സമയമാണ്. പക്ഷെ അത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് പോലെയാണ് കേട്ടോ കാണാൻ പോകുന്നത്. അതുപോലെ റിലേഷൻഷിപ്പുകളിലാണെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങളൊരു പുതിയ വ്യക്തിയെ കണ്ടെത്താൻ സാധ്യതയുണ്ട്. ഒരു സോൾ കണക്ഷൻസ്, അതായത് ഡിവൈൻ ബ്ലെസ്സിങ്സോട് കൂടിയ ഒരു ലോങ് ടൈം സക്സസ്സിലേക്ക് പോകുന്ന ഒരു ബന്ധം ഇന്ന് നിങ്ങൾക്ക് പുതിയൊരു റിലേഷൻ, ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. അത് ഫ്രണ്ട്ഷിപ്പ് ആവാം, പാർട്ട്ണർ എനർജി ആവാം, എന്ത് കാര്യവുമാവാം കേട്ടോ. നിങ്ങളുടെ ബന്ധം, നിങ്ങളൊരു പരിചയപ്പെടുന്ന ഒരു വ്യക്തിയാവാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. പക്ഷെ അത് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് ആയിട്ട് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ ഒരു ഉയർച്ചയുടെ സമയം കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് കണക്റ്റഡ് ആയിട്ട് നിൽപ്പുണ്ട്. ജസ്റ്റിസിൻ്റെ പ്രസൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് കർമ്മ എനർജിയുടെ പ്രസൻസ് ആണ്. ബാലൻസിലേക്ക് വരുന്നു. ഇംബാലൻസിങ്ങിലൊക്കെ നിന്ന വ്യക്തികളെ സംബന്ധിച്ച്, അതായത് ഒരു എന്താ പറയുക, എപ്പോഴും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിൽ ഒരു വീഴ്ച സംഭവിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അത് ഡിവൈൻ എനർജിയോട് കൂടി തന്നെ ബ്ലെസ്സിങ്സോട് കൂടി ഒരു അതായത് നിങ്ങൾ ചെയ്ത നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയുടെ ഫലം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ നന്മ, നിങ്ങളുടെ മനസ്സിനകത്തുണ്ടായിരുന്ന പോസിറ്റിവിറ്റി, വിശ്വാസം, അതെല്ലാം നിങ്ങൾക്കൊരു ജസ്റ്റിസ് പോലെ വരുന്നു. ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണുക, ബാലൻസ് എനർജിയിൽ പോവുക എന്നതാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്ന ഗൈഡൻസ്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു തിരശ്ശീലയ്ക്ക് മുന്നിലേക്ക് വന്ന് നിൽക്കേണ്ട ദിവസമായിട്ടാണ് കാണുന്നത്. മറഞ്ഞു നിൽക്കേണ്ട ആവശ്യമില്ല, ഉൾവലിഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഒരിക്കലും നിങ്ങൾ എന്താ പറയുക, പറയാതെ മനസ്സിനകത്ത് ഒതുക്കി വെക്കേണ്ട ആവശ്യമില്ല. ഇന്ന് നിങ്ങൾക്ക് പലയിടത്തും ശക്തമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടത്താം. പിന്നെ ഇമോഷണൽ ബാലൻസിലേക്ക് വരിക. ഇമോഷൻസിന് മാത്രമല്ല നിങ്ങൾ ഇന്ന് വാല്യൂ കൊടുക്കേണ്ടത്, ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണണം. നിങ്ങളുടെ ചിന്തകളെ, തോട്ട്സിനെയും കൂടി നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യണം. കൂടാതെ തന്നെ ഒരു ബാലൻസിലേക്ക് വരിക എന്ന് കാണുന്നുണ്ട് കേട്ടോ. പല കാര്യങ്ങളും ഒരു ഈക്വാലിറ്റിയിൽ കാണാൻ ശ്രമിക്കുക. അതായത് ഒരു ഇമോഷണൽ ബാലൻസാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം കണക്റ്റ് ചെയ്യപ്പെടേണ്ടത്. ഒരു ഡിപ്ലോമാറ്റിക്കായിട്ടൊക്കെ ചിന്തിക്കാൻ പറ്റുക. അതുപോലെ തന്നെ നിങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെ, അതായത് നോ പറയുക എന്നിടത്ത് നോ പറയാൻ സാധിക്കുക. ഇതൊക്കെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കണക്റ്റ് ചെയ്ത് തരുമെന്നാണ് കാണുന്നത്. ഒരു ജസ്റ്റിസ് ഇന്ന് നടപ്പിലാക്കുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് ലീഗൽ പരമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ തിരിച്ചിട്ടുള്ളവർക്ക് ഇന്ന് ഉറപ്പായിട്ടൊരു വിധി കേൾക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു, ഒരു പൂർണ്ണതയിൽ എത്താൻ പറ്റുന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻസ് ആണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു അനുകൂലമാകുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമോഷണൽ ഹാപ്പിനെസ് ലഭിക്കുന്ന ഒരു വിധിയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അത് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ടും നമുക്ക് എനർജിയിൽ കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ചിലരുടെ എല്ലാം ഒരു ഉപദേശം കേൾക്കേണ്ടി വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒരു പക്ഷേ ഇന്ന് നിങ്ങളെ കുറച്ച് ഉപദേശിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു അൺഹെൽത്തി സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്കൊരു എന്താണ് ഫ്യൂച്ചർ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തെ, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻസിനെ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇന്നത്തെ ദിവസം. ഒരു കൺട്രോളിങ് എനർജിയുടെ പ്രസൻസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 8 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജിയാണ് കേട്ടോ. നിങ്ങളിൽ തന്നെ നിങ്ങൾ ഒരു സ്തംഭനാവസ്ഥ വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളെ ഒരു രീതിയിലും പ്രശ്നങ്ങളൊന്നും ഏൽക്കുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ആ പ്രശ്നം ഇപ്പം എന്നെ സംബന്ധിച്ച് വരും, ഈ പ്രശ്നം എന്നിൽ ബാധിക്കും, അങ്ങനെ ഒന്നിലധികം കാര്യങ്ങൾ എന്നെ ബാധിക്കുമെന്നുള്ള ഒരു ചിന്തയിലൂടെ
നെഗറ്റീവ് തോട്ട്സിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഒരു പക്ഷേ അത് ഫാമിലി പരമാകുന്ന ചില പ്രശ്നങ്ങളും ആവാട്ടോ, കുടുംബപരമാകുന്ന ചില പ്രശ്നങ്ങളെയും നമുക്കവിടെ കണക്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുമാവാം. എന്തായാലും ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നൊരു എനർജി എന്ന് പറയുന്നത് നിങ്ങളെ ബാധിക്കും, നിങ്ങളെ തകർത്ത് കളയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും അവസാനിച്ചൊരു സെൽഫ് ലവിലേക്ക്, അതായത് ഒരു സെൽഫായിട്ട് തന്നെ നിങ്ങൾക്കൊരു എന്താ പറയുക, നിങ്ങളോട് തന്നെ നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് തോന്നുന്ന അല്ലെങ്കിൽ ഒരു വിശ്വാസം തോന്നുന്ന ഒരു എനർജിയിലേക്ക് ഇന്നത്തെ ദിവസം കുറേ ആളുകൾ ചേഞ്ച് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെയും നിങ്ങൾക്കൊരു നല്ല കമ്മ്യൂണിക്കേഷനാണ് സംഭവിക്കുന്നത് കേട്ടോ. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ടോക്സിക് ആകുന്ന ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ആളുകൾ എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ഇടുങ്ങിയ ചിന്താഗതിയോട് കൂടിയും അതുപോലെ തന്നെ ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു ക്യാരക്ടറിൽ നിന്നൊക്കെ നിങ്ങൾ ഇന്നത്തെ ദിവസം പുറത്ത് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റീസാണ് കേട്ടോ. ഇനി മുന്നോട്ടേക്ക് നിങ്ങൾക്ക് പല കാര്യങ്ങളും കണക്റ്റ് ചെയ്ത് വരുന്നു എന്ന് കാണുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് വരുന്നതിൽ ചിലതൊക്കെ നമുക്ക് തോന്നുന്നു നിങ്ങൾ ഇമോഷണൽ പരമായിട്ടൊക്കെ പുറത്ത് കടക്കാൻ ശ്രമിച്ചു, അതായത് ചില ബന്ധങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെയൊക്കെ നിങ്ങളെ സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി ഇല്ലാതെ, അതായത് ഇത് പുറത്ത്, അതായത് നിങ്ങൾക്കതിൽ സാറ്റിസ്ഫാക്ഷൻ ഹാപ്പിനെസ് ലഭിക്കുന്നുമില്ല, എന്നാൽ അവിടെ നിങ്ങൾക്ക് നില ഉറപ്പിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസുമൊക്കെ കാണുന്നതായിട്ടുള്ളൊരു എനർജി. ആ ഒരു ബർഡനിൽ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും പുറത്ത് കടക്കുന്നു. അതായത് നിങ്ങൾ ഇമോഷണലി സാറ്റിസ്ഫൈഡ് അല്ല, നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസുകളിൽ നിൽക്കാൻ പറ്റുന്നില്ല. വ്യക്തി ബന്ധങ്ങളിലാവാം, റിലേഷൻഷിപ്പുകളിലാവാം, നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്ന ആളുകളെ ബേസ് ചെയ്തുള്ള ചില കാര്യങ്ങളിലാവാം. നിങ്ങൾക്ക് അവിടെ ഒരു സാറ്റിസ്ഫാക്ഷനോ ഹാപ്പിനെസ്സോ കിട്ടുന്നുമില്ല, എന്നാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തേക്ക് പോകാനും പറ്റുന്നില്ല എന്നുള്ളൊരു എനർജീനെ കാണുന്ന, അങ്ങനെയുള്ളൊരു എനർജിയിലൂടെ കടന്നു പോകുന്നൊരു വളരെയധികം വിമ്മിഷ്ടപ്പെട്ട് മാനസിക പിരിമുറുക്കം അനുഭവിച്ച് നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പം തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ബർഡൻ ഇറക്കി വയ്ക്കുകയാണ് കേട്ടോ. അത് അവസാനിച്ച് പോകുന്നതായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. റീയൂണിയൻ പ്രസൻസ് ഉണ്ട് കേട്ടോ. ഇന്ന് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരുടെയൊക്കെ ഒരു പ്രസൻസ്, ഒരു റീയൂണിയൻ എനർജി കണക്റ്റഡ് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പുതിയ സിറ്റുവേഷൻസുകൾ, പുതിയ ചില തുടക്കങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട്. ഗെറ്റ് മോർ ഇൻഫർമേഷൻസ് എന്നാണ് കേട്ടോ വന്നിരിക്കുന്നത്, ഏഞ്ചൽസ് മെസ്സേജ്. കർമ്മപരമാകുന്ന കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുന്നു എന്നുള്ളൊരു എനർജി വന്നിട്ടുണ്ട്. കർമ്മ അവസാനിക്കുന്നുണ്ട് കുറച്ച് ആളുകളുടെ എനർജിയിൽ. അതെന്താണ്, എങ്ങനെയാണെന്നുള്ളത് കൂടുതൽ നിങ്ങൾ അറിയാൻ ശ്രമിക്കൂ എന്നുള്ളൊരു എനർജിയാണ് വന്നിരിക്കുന്നത്. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വളരെയധികം ഫോക്കസ് ചെയ്യുന്ന, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ബൗണ്ടറി ഇട്ട് വെച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി അവിടെ നല്ല രീതിയിലൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. വിത്ത് ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്ന് വരുന്നുണ്ട് കേട്ടോ. അതായത് ട്രാവലിങ്ങിന്, വിദേശവാസത്തിനൊക്കെ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളോ നിങ്ങളുടെ ഫാമിലിയിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കാണാൻ സാധിക്കുന്നത് ഈ വരുന്ന നെക്സ്റ്റ് മന്ത്സിൽ തന്നെ, ആദ്യത്തെ മാസം തന്നെ നിങ്ങൾക്കതിനുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് അതിനുള്ള യോഗം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ദെയർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ് കാണുന്നത് കേട്ടോ. കരിയർ പാതയിലായാലും ഫാമിലി ലൈഫിലായാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു സെക്കൻഡ് ചാൻസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഓപ്പർച്യൂണിറ്റീസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തെയൊക്കെ ബേസ് ചെയ്ത് നിങ്ങൾക്കതിനുള്ള യോഗമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു, കുറച്ചും കൂടി ഒരു ഉയർച്ച, സക്സസ്, വിജയമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതിനകത്ത് പറയാൻ പറ്റുന്നത് നിങ്ങൾക്കതിനുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. പുതിയൊരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ പരീക്ഷാ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. മാതാപിതാക്കൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് അവർക്ക് ഏറ്റവും ഏറ്റവും ഉയർന്ന മാർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അഫർമേഷൻസുകൾ എഴുതുക. എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടണമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്നും ഒരു 11 പ്രാവശ്യം അഫർമേഷൻസ് 11 ടെക്നിക്ക് ഉപയോഗിക്കുക. റൈറ്റ് ഹീലിംഗ് ചെയ്യേണ്ടവർ തീർച്ചയായിട്ടും റൈറ്റ് ഹീലിംഗ് ചെയ്യുക. നിങ്ങളുടെ ജീവിതം വിജയിക്കണോ, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തേ പറ്റൂ. ഒരു മരുന്ന് കഴിക്കാതെ ഒരിക്കലും അസുഖം മാറുകയില്ല എന്നുള്ളതുപോലെ തന്നെ
നിങ്ങൾ തീർച്ചയായിട്ടും റൈറ്റ് ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റിവിറ്റിയും ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും എല്ലാം നിങ്ങൾ എടുത്ത് ദൂരെ കളയുക. പ്ലസ് നിങ്ങൾ ചെയ്യേണ്ടത് അഫർമേഷൻസ് എഴുതുക. കരിയർ പാതയിൽ നിങ്ങൾക്ക് പൊസിഷൻ ചേഞ്ചിങ് വേണോ? നിങ്ങൾക്ക് എത്രത്തോളം ഉയരത്തിലേക്ക് പോകണം? നിങ്ങൾ ഈ നെഗറ്റീവാകുന്ന ചിന്തകളും നെഗറ്റീവാകുന്ന വീഡിയോസുകളും ഒന്നും കണ്ട് സമയം കളയാതെ നിങ്ങൾ പോസിറ്റീവിനെ മാത്രം ആഗ്രഹിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വേണോ? തീർച്ചയായിട്ടും നിങ്ങൾ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം, അതായത് കടം ബാധ്യത ഒന്നും ചിന്തിക്കാതെ ഒരു മാസം എത്രയാണ് നിങ്ങൾക്ക് ഏൺ ചെയ്യേണ്ടത്, അത് നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് ഞാനിപ്പം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു മാസം എന്നിലേക്ക് എല്ലാ മാസവും 10 ലക്ഷം രൂപ വെച്ച് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു ചേരുന്നതിൽ ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. എനിക്ക് സാലറി 1 ലക്ഷം രൂപ സാലറി അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ഒരു മാസം എനിക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നു. അത് ഏത് രീതിയിലെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട, ലഭിക്കുന്നതിൽ ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. അങ്ങനെ നിങ്ങൾ ഏറ്റവും ഉയർന്ന രീതിയിൽ അഫർമേഷൻസ് എഴുത്. 100% മാറ്റം വരും. നിങ്ങളോട് അഫർമേഷൻസ് എഴുതെന്ന് പറയുന്നത് നമുക്ക് ആർക്കും നേട്ടം ലഭിക്കാൻ വേണ്ടിയല്ല, നിങ്ങളുടെ ജീവിതത്തിൽ വിജയമുണ്ടാവാനാണ്. നമ്മളെപ്പം മാറി തുടങ്ങുന്നു, എപ്പം നമ്മുടെ ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്നും അസാധ്യമാണ് എന്ന് ചിന്തിക്കുന്നതിൽ നിന്നും സാധ്യമാണ് എന്ന ചിന്തയിലേക്ക് നിങ്ങൾ എപ്പം പുറത്ത് കടക്കുന്നുവോ ആ സമയം മുതൽ നിങ്ങളുടെ ജീവിതം മാറിയിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ഞാൻ എഴുതി ഒപ്പുവെച്ച് തരാം. നിങ്ങളിത് കറക്റ്റായിട്ട് ഒരു 30 ദിവസം പ്രാക്ടീസ് ചെയ്യണം. കാരണം നമുക്ക് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നെഗറ്റീവാകുന്ന കുറേ കാര്യങ്ങളെ പുറത്ത് കളഞ്ഞു വേണം പോസിറ്റീവിനെ നിറയ്ക്കാൻ. കുറഞ്ഞത് നമുക്കൊരു 30 ദിവസം അല്ലെങ്കിൽ ഒരു 90 ദിവസമെങ്കിലും വേണം ചെറിയ ഒരു മാറ്റം വരണമെങ്കിൽ. അപ്പം നിങ്ങൾ 2 3 ദിവസം 4 ദിവസം ചെയ്തിട്ട് പറയണം എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. നിങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കൂ. നിങ്ങൾക്ക് മാറ്റം 100% വന്നു ചേരും. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. അക്ഷരങ്ങളുടെ മാജിക് അറിയുക. നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പോയി കുറേ പൈസ കൊടുത്ത് കുറേ മെഡിസിൻ മേടിച്ച് ഉറങ്ങാൻ പറ്റുന്നില്ല, മറ്റ് ചിന്തകളാണ്, അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് ഇതിന് പോകുന്നതിനേക്കാൾ എത്രയും നല്ലതാണ് ഒരു കടലാസും ഒരു പേനയും ഒരു പേപ്പറും എടുത്തിട്ട് നിങ്ങളതൊന്ന് എഴുതി കത്തിച്ച് കളാം. നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ടാകുന്ന ആ നെഗറ്റീവായ ചിന്തകളെ എല്ലാം എഴുതി കത്തിച്ച് കളാം. എന്നിട്ട് നിങ്ങൾ പോസിറ്റീവ് ആകുന്ന, നമുക്ക് നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന അഫർമേഷൻസ് എഴുതി സൂക്ഷിക്കൂ. നിങ്ങൾക്കത് സാധ്യമാകും. 100% ഞാൻ പറയുന്നത്.